സംപൂജ്യരായ സജ്ജനങ്ങളെ ഏവർക്കും സാദര നമസ്കാരം. ഞാൻ സനോജ് ശാന്തി, മഞ്ഞുമ്മൽ ശ്രീ കുമാരവിലാസം സഭ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ജനങ്ങളോടായി കുറച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്ന് കുറച്ച് കാലമായി ആഗ്രഹിക്കുന്നു. നമ്മളുടെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ പഞ്ചശുദ്ധികൾ പാലിക്കണം, പഞ്ചമഹായജ്ഞങ്ങൾ സ്വജീവിതത്തിൽ പകർത്തണം, പഞ്ചധർമ്മങ്ങൾ പാലിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. അതിൽ പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യജ്ഞമാണ് പിതൃയജ്ഞം എന്ന് പറയുന്നത്. ആ പിതൃയജ്ഞത്തെക്കുറിച്ചാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളുടെയൊക്കെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത് വേദം. ആ വേദം 4 തിരിച്ചിട്ടുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. 18 പുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇതിഹാസങ്ങൾ. 2 ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഒരു ധർമ്മഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ വേദമെന്ന് പറയുന്ന അതികഠിനമായ സംസ്കൃത വേടുകളാണ്. സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാവില്ല. സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് 2 ഇതിഹാസങ്ങൾ ഇറക്കിയിരിക്കുന്നത്, രാമായണവും മഹാഭാരതവും. നമ്മുടെ ജീവിത കഥകളെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ഈ രാമായണവും മഹാഭാരതവും കടന്നു പോകുന്നത്. അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുന്നതാണ് അവനവൻ്റെ ധർമ്മത്തെക്കുറിച്ച്. ഇതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ആരണ്യകങ്ങൾ, സംഹിതകൾ, അങ്ങനെ ഒത്തിരി ഗ്രന്ഥങ്ങൾ നമ്മുടെ ഈ സംസ്കാരത്തിനുണ്ട്. പ്രഥമമായ ഗ്രന്ഥം വേദം. പറഞ്ഞു വന്നത് 18 പുരാണങ്ങളിൽ ഒരു പുരാണമാണ് ഗരുഡ പുരാണം എന്ന് പറയും. ഗരുഡ പുരാണത്തിൽ വളരെ മഹത്തരമായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യണമൊക്കെ എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിതൃയജ്ഞത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് മാതാപിതാ ഗുരുദൈവമാണ്. അച്ഛനും അമ്മയുമാണ് നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങൾ. അതിനുശേഷമാണ് ഗുരുവും ഈശ്വരനും വരുന്നത്. ആ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം, ബഹുമാനിക്കണം, ചേർത്ത് പിടിക്കണം, സ്നേഹിക്കണം. അവരുടെ അനുഗ്രഹമാണ് നമുക്ക് ജീവിതത്തിൽ ഉന്നതിയെ നേടിത്തരുന്നത്. അച്ഛനും അമ്മയും, അമ്മ 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച ഒരു 5 വയസ്സ് വരെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്ന കഷ്ടപ്പാട് ആ അച്ഛനും അമ്മയ്ക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ആ കടം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തീർക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് അവരെ എത്രത്തോളം നമുക്ക് പൊന്നുപോലെ നോക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം മക്കളായിരിക്കുന്ന നമ്മളുടെ ധർമ്മമാണ് അവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. അവർ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കണം. നമ്മുടെ ശാസ്ത്രം അതിന് പറയുന്നുണ്ട്. ഗരുഡപുരാണത്തിൽ പറയുന്നത് ഭഗവാൻ വിഷ്ണു മോക്ഷകാരകനാണ്. ആ മോക്ഷകാരകനായ ഭഗവാൻ വിഷ്ണുവിനോട് ഗരുഡൻ വാഹനാണ്. ഗരുഡൻ ചോദിക്കുന്നത്, ഭഗവാനെ, ഭൂമിയിൽ ജനിച്ചും മരിച്ചും ഉഴലുന്ന ജനങ്ങൾക്ക് മോക്ഷത്തെ പ്രാപിക്കുവാൻ എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഭഗവാൻ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഗരുഡപുരാണത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിൽ, അവിടെ ജാതിയും മതമൊന്നും പറയുന്നില്ല, മനുഷ്യ ശരീരത്തിൽ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് 10 പ്രാണനാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് പ്രാണൻ, അപാനൻ, വ്യാനൻ, സമാനൻ, ഉദാലൻ, കൃപലൻ, നാഗൻ, കൂർമൻ, ദേവദത്തൻ, ധനഞ്ജയൻ. 5 പ്രാണനും 5 ഉപപ്രാണനുമാകുന്നു. ഈ ദശപ്രാണനാണ് ഈശ്വര ചൈതന്യമായി നമ്മളിൽ കുടികൊള്ളുന്ന ഈ ചൈതന്യം, ഈ ജീവൻ. നവദ്വാരങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, 9 ദ്വാരങ്ങൾ. മരണം സംഭവിക്കുക എന്ന് പറയുന്നത്
10ാമത്തെ പ്രാണനൊഴികെ മറ്റ് 9 പ്രാണനും ഈ 9 ദ്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് മരണമുണ്ടാകുന്നത്. 101 തരത്തിലുള്ള മരണങ്ങൾ മനുഷ്യർക്ക് പറഞ്ഞിട്ടുണ്ട്. അനേക തരത്തിലാണ് മനുഷ്യർ മരിക്കുന്നത്. അങ്ങനെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 1ാം ദിവസം പഞ്ചപിണ്ഡ പ്രധാനമായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കണം. കർമ്മങ്ങൾ നിർവഹിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നത് ഹൈന്ദവാചാരപ്രകാരം ബ്രഹ്മാവെന്ന് സങ്കല്പം. സകല ചരാചരങ്ങളെയും ഭൂമിയിൽ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുന്നത് വിഷ്ണു ഭഗവാൻ, സ്ഥിതിയുടെ കാരകൻ വിഷ്ണു ഭഗവാൻ എന്നാണ് സങ്കല്പം. സകല ചരാചരങ്ങളെയും സംഹരിക്കുന്നത് ശിവനായ രുദ്രനും. ആ ആത്മാവിനെ കൊണ്ടുപോകുന്ന യമൻ അല്ലെങ്കിൽ കാലൽ എന്ന ഒരു സങ്കല്പവും പിന്നെ മരിച്ച ആത്മാവ്. അങ്ങനെ പഞ്ചപിണ്ഡ പ്രധാനമായിട്ട് കർമ്മങ്ങൾ നിർവഹിക്കണം. അതിനുശേഷം മക്കളെല്ലാവരും കൂടി പ്രാർത്ഥനയോടുകൂടിയാണ് ബോഡി ദഹിപ്പിക്കുന്നത്. ബോഡി ദഹിപ്പിക്കുമ്പോഴാണ് 10ാമത്തെ പ്രാണൻ ധനഞ്ജയൻ ആ ബോഡിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് രക്തബന്ധമുള്ള പൗത്രാദിലേക്ക് ആ ധനഞ്ജയൻ വ്യാപിക്കും. അപ്പോഴാണ് പുലയെന്ന് പറയുന്ന അശുദ്ധി ഉണ്ടാകുന്നത്. ആ ബോഡി ഇല്ലാണ്ടാകുമ്പോഴാണ് ആ ധനഞ്ജയൻ നമ്മളിലേക്ക് വ്യാപിക്കുന്നത്. ഈ പുല മാറുന്നതിന് വേണ്ടിയാണ് 10 ദിവസം ബലിദാന കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുന്നത്. പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് 16 ദിവസമാണ് പുല ആചരിച്ചിരുന്നത്. അതിന് കാരണമുണ്ട്. അന്ന് പൂർവികർ അറിവുള്ള ആൾക്കാരായിരുന്നുകൊണ്ടാണ് 16 ദിവസം പുല ആചരിച്ചത്. കാരണം അന്ന് ബോഡി കുഴിച്ചിടുകയായിരുന്നു. ബോഡി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ ബോഡി ജീർണിച്ച് ബോഡി ഇല്ലാണ്ടാവണം ധനഞ്ജയൻ പുറത്തേക്ക് വരണമെങ്കിൽ അതിന് 4 ദിവസം പിടിക്കുമായിരുന്നു. അങ്ങനെ 4ഉം 12ഉം 16 ദിവസം ആചരിച്ചത് അന്ന് അറിവുള്ളവരായതുകൊണ്ടാണ്. ഇന്ന് ആ ബോഡി ദഹിപ്പിക്കുന്നത് കൊണ്ട് അപ്പോൾ തന്നെ ധനഞ്ജയൻ പുറത്തേക്ക് വരികയാണ് ബോഡി നശിച്ചിട്ട്. അപ്പോൾ തന്നെ പുല ബാധിക്കുകയാണ്. അതുകൊണ്ട് 12 ദിവസം ആചരിച്ചാൽ മതി. 10 ദിവസം പുല, 11 ശുദ്ധി, 12ന് സമണ്ടി കർമ്മത്തെ ചെയ്യണമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുല ബാധിച്ചു കഴിഞ്ഞാൽ 10 ദിവസം ബലിദാന കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. 10 ദിവസം ബലിയിടുന്നതിൻ്റെ പ്രാധാന്യം പറയുന്നത് അമ്മമാർ 10 മാസം കൊണ്ടാണ് പൂർണ്ണ ഗർഭിണിയാവുന്നത്, അല്ലേ? 16 മാസം കൊണ്ടല്ല. അമ്മയുടെ ഗർഭത്തിലൊരു കുഞ്ഞായി ഓരോ മാസവും ശരീര അവയവങ്ങൾ വളർച്ച പ്രാപിച്ച 9 മാസവും 9 ദിവസവും 9 നാഴിക 9 വിനാഴിക ചെല്ലുന്ന 10ാമത്തെ മാസത്തിൽ കുട്ടിയെ പ്രസവിക്കുന്നു. ആ കുട്ടി വളർന്നു വലുതായി അവൻ്റെ ധർമ്മങ്ങളനുസരിച്ച് ജീവിച്ച് അവൻ്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് പ്രായമായി കഴിയുമ്പോൾ ഒടുവിൽ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ എവിടെ നിന്നാണോ ഉണ്ടായി വന്നത് അങ്ങോട്ട് തന്നെ റിട്ടേൺ അയക്കുന്ന കർമ്മമാണ് മരണാനന്തര കർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ 10 മാസം കൊണ്ടുണ്ടായ ജീവൻ ഇവിടെ മരിച്ചു കഴിയുമ്പോൾ 10 ദിവസം കൊണ്ട്, പിണ്ഡമെന്ന് പറഞ്ഞാൽ ശരീരമാണ്, 10 പിണ്ഡം വെച്ച ഒരു ശരീരമുണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. 1ാം ദിവസം ശിരോദേശ പൂരണം അയാദത്തം, 2ാം ദിവസം കർണ അക്ഷിമുഖനാസിക പൂരണം, 3ാം ദിവസം ഗളഭുജവഷ്ടസ്ഥല പൂരണം, 4ാം ദിവസം നാഭി ഇന്ദ്രിയാദികുത പൂരണം, 5ാം ദിവസം ജംഗാചരണ പൂരണം, 6ാം ദിവസം സർവമർമ്മ പൂരണം, 7ാം ദിവസം സർവനാസികാ പൂരണം, 8ാം ദിവസം സർവനഹദന്തരോമ പൂരണം, 9ാം ദിവസം ബലവീര സംഭൂതക പൂരണം, 10ാം ദിവസം സർവശരീരക സംഭൂതക ക്ഷുൽപിപാസ പൂരണം എന്ന് പറഞ്ഞ് 10ാം ദിവസം ദശഗാത്ര ബലി അനുഷ്ഠിക്കും. ഈ 10 ദിവസവും ബലിയിടുന്നതിന് പകരമാണ് 10ാം ദിവസം ദശഗാത്ര ബലിയും എണ്ണ തൊട്ടുകുളിയും നടത്തുന്നത്. ശരിക്കും 10ാം ദിവസം 10 പിണ്ഡം വെച്ച് ബലിയിട്ടതിന് ശേഷം വേണം എണ്ണ തൊട്ടുകുളി നടത്താൻ. കാരണം ആ 10 പിണ്ഡം വെച്ച് ബലിയിട്ട് കഴിയുമ്പോഴാണ് അവിടെ പിണ്ഡം കൊണ്ടൊരു ശരീരമുണ്ടാകുന്നത്. ആ ശരീരമുണ്ടായി കഴിയുമ്പോൾ നമ്മളിലുള്ള ധനഞ്ജയൻ, പുലയെന്ന് പറയുന്ന ധനഞ്ജയൻ ആ പിണ്ഡമാകുന്ന ശരീരത്തിലേക്ക് ലയിക്കുന്നു. അതോടുകൂടി പുല കഴിയും. എന്നിട്ടാണ് എണ്ണ തൊട്ടുകുളി ചെയ്യുന്നത്. അതിനിടയ്ക്കാണ് നമ്മൾ 4, 5, 7 ദിവസം നിശ്ചയിച്ച് മുഹൂർത്തം നിശ്ചയിച്ചിട്ട് അസ്ഥി സഞ്ചയന കർമ്മം നടത്തും. എന്തിനാ അസ്ഥി സഞ്ചയന കർമ്മം ചെയ്യുന്നത്?
ഈ ബ്രഹ്മാണ്ഡം എന്ന് പറയുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ലോകമാണ്. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാകുന്നു. പഞ്ചഭൂതങ്ങൾ ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി. ബോഡി ദഹിപ്പിക്കുന്നതോടുകൂടി അഗ്നിതത്വം അഗ്നിയിലേക്ക് പോകും, ഭൂമിതത്വം ഭൂമിയിലേക്ക് പോകും, ആകാശതത്വം ആകാശത്തിലേക്ക് പോകും, വായുതത്വം വായുവിലേക്ക് പോകും. അവസാനം ജലതത്വമായിരിക്കുന്ന അസ്ഥികഷ്ണങ്ങളെയാണ് സഞ്ചാന ദിവസം ശുദ്ധീകരിച്ച ജലത്തിൽ സഞ്ചയിപ്പിക്കുന്നത്. അതിനുശേഷമാണ് 10-ാം ദിവസം ദശഗാത്ര ബലി അനുഷ്ഠിക്കുന്നത്, എണ്ണ തൊട്ട് കുളിയും. അതിനുശേഷം 11-ാം ദിവസമാണ് ഏകാദശ ശ്രാദ്ധമെന്ന ശുദ്ധികർമ്മങ്ങൾ ചെയ്യുന്നത്. ആദ്യം കലശവും പഞ്ചഗവ്യവും വെച്ച് പൂജകൾ കഴിഞ്ഞിട്ട് ആ കലശവും പഞ്ചഗവ്യവും എല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുകയും വീട്ടിലും പരിസരത്തൊക്കെ തളിക്കുകയും ചെയ്യുമ്പോൾ ശരീരശുദ്ധിയായി പരിസരശുദ്ധിയായി. ശുദ്ധി കഴിഞ്ഞിട്ടാണ് 10 ദേവന്മാർക്കും ഒരു പ്രേതാത്മാവിനും കൂടിയിട്ട് 16 പിണ്ടങ്ങൾ വെച്ച് കർമ്മം ചെയ്യും. അതിന് ഏകാദശ ശ്രാദ്ധമെന്നാണ് പറയുന്നത്. ഈ 16 പിണ്ടങ്ങളുടെ പ്രാധാന്യം പറയുന്നത്, ഒരു കുഞ്ഞമ്മയുടെ ഗർഭത്തിലായി അവൻ അവിടുന്ന് ജനിച്ച് മരിക്കുന്നത് വരെ 16 കർമ്മങ്ങളാണ് നമ്മൾ ഒരു മനുഷ്യൻ അനുഷ്ഠിക്കുന്നത്. അതിൻ്റെ പ്രതീകമായിട്ടാണ് 16 പിണ്ടങ്ങൾ വെച്ച് കർമ്മം ചെയ്യുന്നത്. ഇതാണ് ഗർഭാധാനം, പുംസമനം, സീമന്തോന്നയനം, ജാതകർമ്മം, നിഷ്ക്രമണം, നാമകരണം, ചൂടാകർമ്മം, അന്നപ്രാശനം, വിദ്യാരംഭം, ഉപനയനം, സമാവർത്തനം, വിവാഹം, ഗൃഹസ്ഥാശ്രമ ജീവിതം, വാനപ്രസ്ഥ ജീവിതം, സന്യാസ ജീവിതം, ഒടുവിൽ 16-ാമത്തെ അന്ത്യേഷ്ടി, മരണം. ഈ 16 കർമ്മങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നത്. ജനിക്കുന്നത് മുതലേ മരിക്കുന്നത് വരെ നമ്മൾ അനുഷ്ഠിക്കുന്നത്. കുറേയൊക്കെ നമുക്കറിയാം, കുറേയൊക്കെ നമുക്കറിയില്ല. ഇതിനാണ് 16 അടിയന്തരം 16 അടിയന്തരം എന്ന് പറയുന്നത്. ഇതിന് പറയുന്ന പേര് ഷോഡശ സംസ്കാരങ്ങളെന്നാണ് പറയുന്നത്. നമ്മളുടെ ഭാരതീയ സംസ്കാരമാണ്, നമ്മൾ അനുഷ്ഠിക്കേണ്ട സംസ്കാരമാകുന്നു. 16-ാമത്തെ കർമ്മമാണ് അന്ത്യേഷ്ടി, മരണം. അപ്പോൾ മരണം സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? 10 ദിവസം പുല, 11 ശുദ്ധി, 12 സബണ്ടി കർമ്മത്തെ ചെയ്യണം. അപ്പോൾ 16 എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അതിന് പ്രതീകമായിട്ടാണ് 16 പിണ്ടങ്ങൾ വെച്ച് കർമ്മം ചെയ്യും, ഏകാദശ ശ്രാദ്ധം. അതിനുശേഷം ഒരു ഏകോദിഷ്ട ശ്രാദ്ധം കൂടി ചെയ്യും, ഒരു 15 പിണ്ടം വയ്ക്കും. ഓരോ മാസത്തിലും ചെയ്യുന്ന ബലികൾ: പ്രഥമ മാസിക, ദ്വിതീയ മാസിക, ഉമാസിക, തൃതീയ മാസിക, ത്രൈപക്ഷിക മാസിക, ചതുർത്ഥ മാസിക, പഞ്ചമ മാസിക, അങ്ങനെ പറഞ്ഞ് ഏകാദശ ദ്വാദശ മാസിക വരെയുള്ള പിണ്ടങ്ങൾ വയ്ക്കും. 15 പിണ്ടങ്ങളാണ് വയ്ക്കുന്നത്. 16-ാമത്തെ പിണ്ടമായിട്ടാണ് സബണ്ടി കർമ്മത്തെ ചെയ്യുന്നത്. അങ്ങനെ ഏകാദശ ശ്രാദ്ധം എന്ന 11-ാം ദിവസം ശുദ്ധിയും കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ 12-ാം ദിവസം സബണ്ടി കർമ്മത്തെ അനുഷ്ഠിക്കണം എന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നു. ആ 16-ാമത്തെ പിണ്ടമായിട്ടാണ് സബണ്ടി കർമ്മത്തെ ചെയ്യുന്നത്. അമ്മയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവെന്ന് പറയുന്ന പിണ്ടത്തെ, ധനഞ്ജയൻ ഉൾക്കൊള്ളുന്ന പിണ്ടത്തെ സങ്കല്പിച്ച് വെച്ചിട്ട് പിതാമഹന്മാർ, അച്ഛനാണെങ്കിൽ പിതാമഹന്മാരിലേക്കും അമ്മയാണെങ്കിൽ പിതാമഹിമാരിലേക്കുമാണ് ആ പിണ്ടത്തെ ലയിപ്പിക്കുന്നത്. സമാനാപിണ്ഡാധികാരിത്വം സബിണ്ടി എന്ന് പറയും. അങ്ങനെ സബിണ്ടി കർമ്മങ്ങൾ ഒത്തിരിയുണ്ട്, അത് വിവരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സബിണ്ടി കർമ്മത്തെ ചെയ്ത് കഴിഞ്ഞാൽ ആണ്ടുബലിക്കാണ് പിന്നെ പ്രാധാന്യം പറയുന്നത്. കാരണം ഒരു വർഷം വരെയുള്ള ആണ്ടുബലിക്ക് മുമ്പ് വരെയുള്ള പിണ്ടങ്ങൾ നമ്മൾ ഏകോദിഷ്ട ശ്രാദ്ധം എന്ന് പറയുന്ന ശ്രാദ്ധത്തിൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ആണ്ടുബലിക്കാണ് വളരെയേറെ പ്രാധാന്യം വരുന്നത്. ആണ്ടുബലിയോടുകൂടിയാണ് ബലിദാന കർമ്മങ്ങൾ പൂർണ്ണമാകുന്നത്. പിന്നെ എല്ലാ വർഷവും മരിച്ച മാസത്തിൽ മരിച്ച നക്ഷത്രത്തിൽ ആണ്ടുബലി അനുഷ്ഠിക്കണമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മോക്ഷഗതി കൊടുക്കേണ്ട സായുജ്യ കർമ്മങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനത്തോടു കൂടി നമ്മൾ പറയേണ്ടത്, മനുഷ്യനൊക്കെ ജനിച്ചിരിക്കുന്നത്, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. അനേക കർമ്മങ്ങൾ മനുഷ്യന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാഗവതത്തിൽ പറയുന്നത് 84 ലക്ഷം കൃമികീടങ്ങളായിട്ട് ജനിച്ച് ജീവിച്ച, അതറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. മനുഷ്യജന്മം പുണ്യമായ ജന്മമാകുന്നു. ആ മനുഷ്യൻ എന്ന വാക്കിനർത്ഥം മനനം ചെയ്യുവാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. അപ്പോൾ നല്ലതെന്താണ്, ചീത്തതെന്താണ്,
നല്ലതിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കാനുള്ള കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ജന്മം ജകാരം കൊണ്ട് ജന്മവും മകാരം കൊണ്ട് മരണവും തീർച്ചയാണ്. ജനിച്ചാൽ നമ്മൾ ഒരിക്കൽ മരിച്ചു പോകുന്ന ആൾക്കാരാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇതൊക്കെയാണ് നമ്മളുടെ കർമ്മങ്ങൾ. ഒരു പുരുഷൻ മകനായിട്ട്, ഭർത്താവായിട്ട്, അച്ഛനായിട്ട്, സഹോദരനായിട്ട്, വല്യച്ഛനായിട്ട്, അപ്പൂപ്പനായിട്ട് പല വേഷങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ഒരു സ്ത്രീ അതുപോലെ തന്നെയാണ്. മകളായിട്ട്, ഭാര്യയായിട്ട്, അമ്മയായിട്ട്, സഹോദരിയായിട്ട്, വല്യമ്മയായിട്ട്, അമ്മുമ്മയായിട്ട് പല വേഷങ്ങളിലൂടെയാണ് ജീവിതം കടന്നു പോകുന്നത്. ഈ വേഷങ്ങൾക്കൊക്കെ ഓരോ ധർമ്മമുണ്ട്. ആ ധർമ്മത്തെ പുലർത്തി നമ്മൾ ജീവിക്കണം. മക്കളുടെ ധർമ്മമാണ് അച്ഛനമ്മമാരെ സംരക്ഷിക്കുക എന്നത്. അവർ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത്. പുംനാമ നരകാദി ദുരിതത്തെ ത്രാണനം ചെയ്യുന്നവനാരോ അവനാണ് പുത്രൻ എന്ന നാമത്തിന് അധികാരിയായിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് പുത്രൻ എന്ന നാമം അന്വർത്ഥമാകുന്നത്. ആ മകൾ എവിടെയാണ് കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവളുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് എവിടെയാണ്? ഒരു പെൺകുട്ടിയെ 20-25 വയസ്സാകുമ്പോൾ വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് ഗൃഹത്തിലേക്കാണ് പോകുന്നത്, അല്ലേ? അവിടെയാണ് അവളുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. 12ാമത്തെ സംസ്കാരമാണ് വിവാഹം. ആ 16 സംസ്കാരങ്ങളിൽ 12ാമത്തെ സംസ്കാരമാണ് വിവാഹം. എന്താണ് വിവാഹം? ഇതിനാണ് വിവാഹം ചെയ്യുന്നത്. വളരെയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. വിശേഷമായിട്ട് വഹിക്കുന്നത് എന്തോ അതാണ് വിവാഹം. വിശേഷമായിട്ട് ഒരു സ്ത്രീയും പുരുഷനും ജീവിതകാലം മുഴുവൻ ഭാര്യയും ഭർത്താവുമായി അവരുടെ ധർമ്മത്തെ അനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് വിവാഹം ചെയ്യുന്നത്. ശുഭേദിതൗ ധർമ്മപ്രജാ സമ്പത്തെ ഏകവിംശതി കുലോദ്ധാരണായ വരസ്യ പിതൃഋണമോചനായ ച കന്യകാദാനം മഹങ്കരിഷ്യ എന്ന ആചാര്യൻ ചൊല്ലിക്കൊടുത്തിട്ട് അച്ഛൻ ഏറ്റു ചൊല്ലിക്കൊണ്ട് തൻ്റെ മകളെ കൈപിടിച്ച് വരനെ ഏൽപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് നല്ല ധർമ്മപ്രജകളായ സന്താനങ്ങൾക്ക് ജന്മം നൽകിയിട്ട് ആ സന്താനങ്ങൾ വഴി 21 തലമുറയായിരിക്കുന്ന പിതൃക്കൾക്ക് കർമ്മം ചെയ്യാനാണ് അവിടെ പറയുന്നത്. പിതൃക്കൾക്ക് കർമ്മം ചെയ്തിട്ട് പിതൃക്കളുടെ അനുഗ്രഹമുണ്ടായിട്ട് വരൻ്റെ കുലത്തെ, കുലപാരമ്പര്യത്തെ, സന്തതി പരമ്പരകളെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മകളെ ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ആ വരനെ ഏൽപ്പിക്കുന്നത്. ആ പെൺകുട്ടിയിലൂടെയാണ് സന്തതി പരമ്പരകളുണ്ടാകുന്നത്, ആ കുടുംബത്തെ നിലനിർത്തുന്നത്, പാരമ്പര്യത്തെ നിലനിർത്തുന്നത്. ആ പെൺകുട്ടിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അവിടെ പിതൃക്കളുടെ കർമ്മത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പെണ്ണിൻ്റെ ധർമ്മം ഭർതൃഗൃഹത്തിലാണ് അനുഷ്ഠിക്കേണ്ടത്. മകൻ്റെ ഭാര്യ എന്ന് പറയുന്നത് വെറും മരുമകളല്ല. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളെ, പരമ്പരകളെ നിലനിർത്തുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മകളായി കണ്ട് ജീവിക്കണം. അതാണ് ധർമ്മം. ആ പെൺകുട്ടി കാണേണ്ടത് ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയുമായി കണ്ട് ജീവിക്കണം. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അവിടെയാണ് ആ പെൺകുട്ടി ധർമ്മത്തെ പുലർത്തി ജീവിക്കേണ്ടത്. വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മളുടെ ചേട്ടൻ്റെ വല്യമ്മ മരണപ്പെട്ടിരുന്നു. ആ ചേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു, ശാന്തി, വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പുല ആചരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വല്യമ്മയല്ലേ പുല ആചരിക്കണം. അതിൻ്റെ കാരണം വല്യച്ഛൻ മരിച്ചാൽ നമ്മൾ പുല ആചരിക്കും, വല്യച്ഛൻ്റെ മക്കൾ മരിച്ചാൽ നമ്മൾ പുല ആചരിക്കും. എന്നാൽ ആ മക്കൾ ഉണ്ടായത് ആ വല്യമ്മ പ്രസവിച്ചിട്ടാണെന്ന കാര്യം നാം ഓർക്കുന്നില്ല. ആ വല്യമ്മ പ്രസവിച്ചിട്ടാണ് ആ മക്കൾ ഉണ്ടായത്. അപ്പോൾ വല്യമ്മ മരിച്ചു കഴിഞ്ഞാൽ പുല നമ്മൾ ആചരിക്കണം. അതിനാണ് പ്രാധാന്യം. കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്, അത് പുല ആചരിക്കേണ്ടത് തന്നെയാകുന്നു. ഇതാർക്കും അറിയില്ല. ഇതിൻ്റെ പ്രാധാന്യം വളരെയേറെ ആകുന്നു. അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നതാണ്. അമ്മ മരിച്ചാൽ മക്കൾ പുല ആചരിക്കില്ലേ? അത് നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം തന്നെയാകുന്നു, അല്ലേ? അതുപോലെ തന്നെയാണ് വല്യമ്മയും. കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന നമ്മളുടെ പെൺകുട്ടികൾ, അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ, വല്യമ്മയായിക്കോട്ടെ, ഇളയമ്മയായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളുടെ സ്വന്തം ഗൃഹത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവരുന്ന പെൺകുട്ടികൾ മരണമടഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് പുല ആചരിക്കേണ്ടത്. അതിന് വളരെയേറെ പ്രാധാന്യം ഗരുഡപുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അവരവരുടെ ധർമ്മത്തെ പുലർത്തി ജീവിക്കണം. ജീവിതമാകുന്ന വഴിയിലെ വഴിപോക്കരാണ് നമ്മളെല്ലാവരും.
നമ്മളുടെ കർമ്മഫലം കൊണ്ട് മനുഷ്യനായിട്ട് വന്ന് ജനിക്കും. 84 ലക്ഷം ക്രിമികീടങ്ങളായിട്ട് ജനിച്ച് ജീവിച്ച അതറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള പുണ്യകർമ്മങ്ങളുടെ ഫലം കൊണ്ടാണ് ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിക്കുന്നത്. പുണ്യമായ ജന്മമാണ് മനുഷ്യൻ്റെ ജന്മം. അപ്പോൾ ആ മനുഷ്യജന്മം കർമ്മഫലം കൊണ്ട് കിട്ടിയ ജന്മമാണ്. ജനിച്ചു കഴിഞ്ഞാൽ അവനവൻ്റെ ധർമ്മത്തെ പുലർത്തി ജീവിക്കണം. ഒടുവിൽ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ മോക്ഷത്തിലേക്ക് പോകുന്നത്. അപ്പോൾ വാക്കും മനസ്സും കർമ്മവും ശുദ്ധമായിട്ടിരിക്കണം. ജനിച്ചാൽ നമ്മൾ ഒരിക്കൽ മരിക്കുക തന്നെ ചെയ്യും, മരിക്കാതിരിക്കില്ല. മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനിക്കരുത്. ജനിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർമ്മങ്ങൾ നന്നാവണം. വാക്കും മനസ്സും കർമ്മവും നന്നായിരിക്കുമ്പോൾ ജനിമരണങ്ങളെനിക്കിനി വേണ്ട പരിപാലയമാം നാരായണ ജയ ഭഗവാനെ. ജനനവും മരണവുമായ സംസാര ദുഃഖത്തിൽ കിടന്ന് ഉഴലുവാൻ ഇടവരുതേ ഭഗവാനെ. മോക്ഷത്തെ പ്രാപിക്കണേ, അങ്ങയെ പ്രാപിക്കണേ ഭഗവാനെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഭഗവാനിലേക്ക് മോക്ഷത്തിലേക്ക് പോകണമെങ്കിൽ കർമ്മഫലവും വാക്കും മനസ്സും കർമ്മവും നന്നായിട്ട് ശുദ്ധമായിട്ടിരിക്കണം. മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെല്ലാവരും മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നത്. ജനനവും ജീവിതവും മരണവുമെല്ലാം മോക്ഷത്തിലേക്കുള്ള മാർഗം മാത്രമാകുന്നു. ഇവിടെ മാർഗവും നന്നാകണം, കർമ്മവും എല്ലാം നന്നായാൽ മാത്രമേ മോക്ഷത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. മോക്ഷത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെല്ലാം ജന്മമെടുത്തിരിക്കുന്നതെന്ന് സാരം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അതിന് ഗരുഡപുരാണം നമ്മൾ വായിച്ച് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒത്തിരി ഗ്രന്ഥങ്ങൾ നമുക്ക് ഉണ്ട്. ആ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിവരിക്കുന്നതും. മരണാനന്തര കർമ്മത്തിന് വളരെയേറെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു. അതിൽ പിണ്ടങ്ങൾക്കൊക്കെ വളരെയേറെ പ്രാധാന്യം പറയുന്നുണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് പിണ്ടത്തെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ പിണ്ടകർമ്മങ്ങളെ പറഞ്ഞിരിക്കുന്നത്. മരിച്ച ദിവസം നമ്മൾ 5 പിണ്ടം വയ്ക്കും. സഞ്ചാന ദിവസം പ്രേത സംബന്ധമായിട്ട് 1 പിണ്ടം വയ്ക്കും. അപ്പോൾ 6 പിണ്ടായി. അതിനുശേഷം ദശഗാത്ര ബലി എന്ന് പറഞ്ഞ് 10 പിണ്ടം നമ്മൾ വയ്ക്കും ദശഗാത്ര ബലിക്ക്. അങ്ങനെ 16 പിണ്ടാണ്. അശുദ്ധി വരെയുള്ള കർമ്മങ്ങൾക്ക് 16 പിണ്ടാണ്. അതിന് പ്രഥമ ഷോഡശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ദിവസം അശുദ്ധി കഴിഞ്ഞാൽ പിന്നെ ഏകാദശ ശ്രാദ്ധത്തിന് 16 പിണ്ടം വയ്ക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതിന് മധ്യ ഷോഡശം എന്ന് പറയും. അതിനുശേഷം ഏകോദിഷ്ട ശ്രാദ്ധത്തിൽ 15 പിണ്ടവും സപിണ്ഡി കർമ്മത്തിന് പ്രേതസംബന്ധമായിട്ട് 1 പിണ്ടവും വരുമ്പോൾ അവസാനത്തെ 16 പിണ്ടങ്ങൾ വരുന്നു. അതിന് ഉത്തര ഷോഡശം എന്ന് പറയും. അപ്പോൾ പ്രഥമ ഷോഡശം, മധ്യ ഷോഡശം, ഉത്തര ഷോഡശം 3 ഭാഗങ്ങളായിട്ടാണ് കർമ്മങ്ങൾ വരുന്നത്. 48 പിണ്ടാണ് ഒരു പ്രേത സംബന്ധമായിട്ട് വിശേഷമായിട്ട് പറയുന്ന പിണ്ടങ്ങൾ. ഇത് അതിപ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട കർമ്മമാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുടെ ഐശ്വര്യത്തിന് അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്, മരിച്ചവർക്ക് വേണ്ടിയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടും. അതുവഴി നമുക്കും നമ്മുടെ കുടുംബത്തിനും സമ്പത്തിനും സന്തതി പരമ്പരകൾക്കുമാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത്. ഐശ്വര്യവും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു, സമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു, കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകുന്നു, കുടുംബജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നു. അത് പിതൃക്കളുടെ അനുഗ്രഹം ഒന്നുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് പിതൃക്കളുടെ അനുഗ്രഹവും 2 കുടുംബപരദേവതകളുടെ അനുഗ്രഹവും. ഈ 2 കാര്യങ്ങൾ നമുക്ക് അനുകൂലമാണെങ്കിൽ ഈ പറഞ്ഞ സമ്പത്തിനും സന്താനങ്ങൾക്കും കുടുംബത്തിനും കുടുംബജനങ്ങൾക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് നമുക്ക് കോട്ടമാണ് അല്ലെങ്കിൽ ദോഷമാണ് ഉള്ളതെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അനുഭവം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ദുരിതമായിട്ട് മാറും. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ പിതൃക്കളുടെ കാര്യവും കുടുംബ പരദേവതകളുടെ കാര്യവും വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമ്മൾ അനുഷ്ഠിക്കേണ്ടത് തന്നെയാകുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ സംശയം ചോദിക്കുന്നതാണ്, മരിച്ച വീട്ടിൽ വിളക്ക് കൊളുത്താമോ, പ്രാർത്ഥിക്കാമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്. അവരോടായി പറയാനുള്ളത്, മരിച്ച വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി നാമം ജപിക്കുന്നത് ആത്മാവിൻ്റെ മോക്ഷഗതിക്ക് ഏറ്റവും ഉത്തമമാകുന്നു. പിന്നെ സന്ധ്യാവന്ദനാദി കാര്യങ്ങൾ ചെയ്യുന്ന വൈദികന്മാർ, ശാന്തിമാർ, അതുപോലെ തന്നെ ബ്രാഹ്മണന്മാരൊക്കെ ഉണ്ട്. സന്ധ്യാവന്ദനാദി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ജപം, തർപ്പണം,
പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുലയുള്ളപ്പോൾ അത് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഒരു മരണമുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ വിളക്ക് കൊളുത്തി നാമം ജപിക്കണം ആത്മാവിൻ്റെ മോക്ഷഗതിക്കായി കൊണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. നിലവിളക്ക് കൊളുത്താമോ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. കാരണം അഗ്നിയാണ് നിലവിളക്കിൽ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നത്. അഗ്നിശുദ്ധി എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അഗ്നി എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുണ്ട്. അഗ്നിമേളേ പുരോഹിതം, അഗ്നി ഈശ്വരനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പുരോഹിതനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നി പഞ്ചഭൂതങ്ങളിലൊന്നാണ് അഗ്നി. ആ അഗ്നിക്ക് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുവാനും സ്വയം ശുദ്ധിയാകുവാനുള്ള കഴിവ് അഗ്നിക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം നമ്മുടെ ആചാരപ്രകാരം ചെയ്താലും നിലവിളക്ക് കൊളുത്തി വയ്ക്കാതെ, അഗ്നി ജ്വലിപ്പിക്കാതെ ഒരു കർമ്മവും ചെയ്യാറില്ല. അപ്പോൾ അഗ്നിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് എവിടെയാണെങ്കിലും, മരിച്ച വീട്ടിലാണെങ്കിലും വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവും വരുന്നില്ല. വളരെയേറെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്, ശാന്തി എണ്ണ തൊട്ട് കുളി കഴിഞ്ഞിട്ടല്ലേ ബലി ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ബലിയിട്ടതിന് ശേഷം വേണം എണ്ണ തൊട്ട് കുളി നടത്താൻ. കാരണം ആ പിണ്ടശരീരമാകുന്ന 10 പിണ്ടം വെച്ച ആ ഒരു ശരീരം പൂർത്തിയായതിന് ശേഷമാണ് പുലയെന്ന് പറയുന്ന ധനഞ്ജയൻ ആ ശരീരത്തിലേക്ക് ലയിക്കുന്നത്, പുല മാറുന്നത്. അതിനുശേഷമാണ് നമ്മൾ എണ്ണ തൊട്ട് കുളി നടത്തേണ്ടത്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തം പറയുന്നത്, ഒരു കുട്ടിയെ പ്രസവിച്ചതിന് ശേഷമാണ് കുളിപ്പിച്ച് ശുദ്ധമാക്കുന്നത് അല്ലേ? പ്രസവിക്കാണ്ട് എങ്ങനെയാണ് കുട്ടിയെ കുളിപ്പിക്കുന്നത്? അതുപോലെ തന്നെയാണ് 10 പിണ്ടം വെച്ചൊരു ശരീരം ഉണ്ടായതിന് ശേഷം, 10 പിണ്ടം വെച്ച ഒരു ശരീരമുണ്ടായതിന് ശേഷം, അഥവാ ഒരു കുട്ടി ഉണ്ടായതിന് ശേഷമാണ് കുളിച്ച് നമ്മൾ ശുദ്ധമാകുന്നത്. അതിൻ്റെ പ്രാധാന്യം അതുതന്നെയാണ്. പിന്നെ ഈ കർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കേണ്ടതാകുന്നു. നമ്മളുടെ ധർമ്മത്തിൻ്റെ ഭാഗമാണ് ഈ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത്. എന്തായാലും എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മയും സ്നേഹവും ഉണ്ടാകട്ടെ, ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.